വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വിഷ്ണുവിനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് ശാലിനി. തൻ്റെ ഹൃദയം അത്ര കരിങ്കല്ലൊന്നും അല്ല, ശാരികേച്ചിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ആളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുമെന്ന് ശാരദാമ്മയോട് ശാലിനി പറയുന്നുമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് കല്യാണ വീട്ടിലേക്ക് എത്തുകയാണ് രാജീവും അമ്മയും അമ്മാവനും ഒക്കെ. തുടർന്ന് പയ്യനെ സ്വീകരിക്കാനായി ഒരുങ്ങുകയാണ് ശാരദാമ്മയും വിഷ്ണുവുമൊക്കെ. അന്നേരം കൂട്ടത്തിലൊരാൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചെറുക്കനെ സ്വീകരിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ അച്ഛൻ ഉണ്ടാകില്ലേന്ന്. അത് കേട്ട് ശാരദാമ്മയുടെ മുഖം മങ്ങുകയാണ്. ശാരദാമ്മയുടെ സങ്കടവും അവരുടെ ചോദ്യങ്ങളുമൊക്കെ കണ്ട് ദൂരെ നിന്ന് വിഷമിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തനിക്ക് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നോർത്ത് വിഷമിച്ച് ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് ശാലിനിയാണ് വീടിൻ്റെ ആധാരം മോഷ്ടിച്ചതെന്നും ആ പണം കൊണ്ടാണ് കല്യാണം നടത്തുന്നതും എന്നൊക്കെ രാജേശ്വരി സത്യഭാമയെ അറിയിക്കുകയാണ്. തെളിവോടുകൂടി രാജേശ്വരി അത് പറയുമ്പോൾ സത്യഭാമ അത് വിശ്വസിക്കുകയാണ്. അതിനുശേഷം സത്യഭാമ ദേഷ്യത്തോടുകൂടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇനി ശാരദാമ്മ കുടുംബശ്രീ വീട്ടിൽ ചെന്ന് കല്യാണം മുടക്കുമോ അതോ വിഷ്ണു സുസ്മിതയ്ക്കും മറുപണി കൊടുത്തിട്ടുണ്ടോ എന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്